കരിയറിൽ എനിക്കൊരു ഒരു ഫോർച്യൂണേറ്റ് ആയിട്ടുണ്ടായ കാര്യം എന്ന് പറയുന്നത് ഞാൻ പഠിച്ചിറങ്ങിയ ഉടനെയാണ് ആ ഒരു കൗൺസിലിംഗ് ഗ്രൂപ്പിൻ്റെ അവിടെ ചെല്ലുന്നതും. അതാണ് എൻ്റെ കാഴ്ചപ്പാട് മാറ്റിയ ഒരു സാധനം. അപ്പോൾ ഈ കൗൺസിലിംഗ് ഇപ്പം നേരത്തെ രഘു പറഞ്ഞ പോലെ തന്നെ അതല്ല ഇപ്പം നമ്മൾ ചുമ്മാ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സാധനമല്ല. ഈ ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അത് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ PG കഴിഞ്ഞപ്പോൾ തന്നെ അതിനെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പം പിന്നെയാണ് ആളുകളെ കേൾക്കാൻ തുടങ്ങുന്നത്. മറ്റേ നമ്മളെ ടെൻഷനായിട്ടായിട്ടില്ലേ ഇരിക്കുന്നത്, ഇവർ പറയും എന്തായിരിക്കും നമ്മുടെ ബോഡി ലാംഗ്വേജ് ടെൻസ്ഡാണ്, കുഴപ്പമില്ല അവരെ കേൾക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായത്. പിന്നെ ഇപ്പം ഈ പറയുന്ന ഒരു 6 വർഷത്തെ പ്രാക്ടീസിൽ അഗെയിൻ ഇപ്പം രേഷു പറഞ്ഞാൽ ഇനിയും പഠിക്കാനുണ്ട്, ഇനിയും കുറേ കാര്യങ്ങൾ നമുക്കും. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ കുറേ അനുഭവങ്ങളിൽ നിന്നാണ് എൻ്റെ കാഴ്ചപ്പാടുകൾ മാറാൻ തുടങ്ങിയത്. റാദർ ദാൻ പുതിയ ക്ലയൻസിനെ കിട്ടുന്നതിനേലും ഞാൻ ഓരോരോ സാധനങ്ങളിലൂടെ ഇങ്ങനെ കടന്ന് വന്ന് പലപ്പോഴും എൻ്റെ തെറാപ്പി സെഷൻസ് കഴിയുമ്പോഴാണ് ഞാൻ പിന്നെ ഇരുന്നിട്ട് അത് വേറൊരു ക്ലയൻറ്റിൻ്റെ കാര്യം വെച്ചിട്ട് ചിന്തിക്കുക, അതും ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, ഇതും അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ. അപ്പം ഞാൻ കടന്നു വന്ന പല വഴികളും ആയിരിക്കാം ഒരു പക്ഷേ ഒന്നുകൂടെ റീതിങ്ക് ചെയ്യുമ്പം അവരുടെ പ്രശ്നവും ഇതായിരുന്നല്ലോ എന്നുള്ള ഒരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം പേഴ്സണലിയും എനിക്ക് ആ ഒരു ചേഞ്ച് ഉണ്ട്, അതെൻ്റെ കരിയറിലേക്കും കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതിന് ഫ്ലെക്സിബിളുമാണ്. അപ്പം അതാണ് ഒരു മാറ്റം എന്ന് പറയാനായിട്ട്. ഈ ചോദ്യം ചോദിച്ചെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കേണ്ട, 1 വർഷമായിട്ടുള്ളെങ്കിൽ നിനക്കും പറയാം. ആദ്യത്തെ സെഷൻ എടുക്കാനായിരുന്നു പേര്, രണ്ടാമത്തെ സെഷൻ എടുക്കാനായിരുന്നു. പക്ഷെ അതങ്ങനെ മാറി വരുന്നു. എന്താ ഇപ്പൊ കുറച്ച് ക്ലയൻസ് ഒക്കെ ഉള്ള